കെഎസ്ആർടിസിയുടെ ഡബിൾ ഡക്കർ ബസ്സിൽ വർണ്ണ ലൈറ്റുകൾ സ്ഥാപിച്ചതിൽ ഹൈക്കോടതി ഇടപെടൽ. ബസ് അലങ്കരിച്ചത് മോട്ടോർ വാഹന നിയമത്തിന്റെ ലംഘനമാണ്. കെഎസ്ആർടിസിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും വിശദീകരണം നൽകണം. മൂന്നാർ റോയൽ വ്യൂ സർവീസിനെതിരെയാണ് കോടതി നടപടി. കൂടുതൽ വിവരങ്ങളുമായി ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, ഇങ്ങനെ അലങ്കരിച്ച് ലൈറ്റുകൾ കൊണ്ട് ബസ് അലങ്കരിക്കുന്നത് ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾക്കെതിരാണ് എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ഒരു കെഎസ്ആർടിസിയോടും സംസ്ഥാന സർക്കാരിനോടും വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. കഴിഞ്ഞിടെയാണ് കെഎസ്ആർടിസി ഡബിൾ ഡക്കർ ബസ് അലങ്കരിച്ച് പുതിയ രൂപത്തിൽ പുറത്തിറക്കിയത്. മൂന്നാറിൽ വിനോദസഞ്ചാര മേഖലയിൽ സർവീസ് നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു കെഎസ്ആർടിസി ഇത് അവതരിപ്പിച്ചത്. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറാണ് ഈ ബസ് പുറത്തിറക്കുകയും ചെയ്തത്. പക്ഷേ ഇതിൽ മോട്ടോർ വാഹന നിയമങ്ങളുടെ ലംഘനമുണ്ട് എന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ഇതിലാണ് ഇപ്പോൾ കെഎസ്ആർടിസിയോടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടും വിശദീകരണം തേടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വാഹനങ്ങളിൽ ഇലുമിനേഷനുകളൊക്കെ ഘടിപ്പിക്കുന്നത്, വർണ്ണ ലൈറ്റുകൾ സ്ഥാപിക്കുന്നത്, ഇതൊക്കെ നിയമവിരുദ്ധമാണ് എന്നതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ചട്ടം പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ആ ഡബിൾ ഡക്കർ ബസ് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അതിൽ പല നിറത്തിലുള്ള LED ലൈറ്റുകളൊക്കെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസിന്റെ ഈ ബസ്സുമായി ബന്ധപ്പെട്ട വാർത്തയുടെ ചിത്രങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. അതിലാണ് കെഎസ്ആർടിസിയോട് വിശദീകരണം തേടിയിരിക്കുന്നത്. അടുത്ത ദിവസം ഈ കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ശരി ബിനിൽ, മൂന്നാർ റോയൽ വ്യൂ സർവീസിനെതിരെയാണ് കോടതി നടപടി.